ഇന്നത്തെ നോമ്പ് തുറ വേറെ എവിടെയല്ല നമ്മൾ സ്വന്തം വീട്ടിലാണ്ടോ. സ്വന്തം വീട്ടിലാണെങ്കിൽ അത്യാവശ്യം പണികൾ കാണുമല്ലോ. ഇതുവരെ ഞാൻ പോയ നോമ്പ് തുറയൊക്കെ കഴിക്കാൻ നേരത്തെ അങ്ങോട്ട് ചെല്ലാന്നല്ലാതെ പണിയൊന്നും എടുത്തിട്ടുണ്ടായില്ല. അത്യാവശ്യം പണികളൊക്കെ ഉണ്ടായിട്ടോ. രാവിലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി തന്നെ വെക്കണത്. ബിരിയാണി പിന്നെ ഞാനല്ല, അതിൽ ഞാൻ കൈ കടത്തിയാൽ ശരിയാവില്ല കേട്ടോ. പിന്നെ അതേ സമൂസ, കട്ട്ലേറ്റ്, അതിനുള്ള മാവും കാര്യങ്ങളും അതൊക്കെ ഞാനാണ്. സോറി, മസാല. അപ്പോൾ അതൊക്കെ ഞാനായിരുന്നു. അത് പൊരിച്ചെടുക്കുന്നത് വേറെ ആളാണ്. വെറുതെ വീഡിയോ സമയത്ത് മാത്രം ജസ്റ്റ് ഒന്നൊന്ന് പൊരിച്ചെടുക്കുന്നു എന്ന് മാത്രം. കട്ട്ലേറ്റും സമൂസയൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല അഭിപ്രായം കേൾക്കുമ്പോൾ നല്ലൊരു സന്തോഷം. കാരണം അധികം ഫുഡിൻ്റെ കാര്യത്തിൽ അങ്ങോട്ട് ഇറങ്ങാത്ത ആളാണ് ഞാൻ. പിന്നെ അങ്ങനെ ഇറങ്ങുമ്പോൾ നല്ലത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ ജ്യൂസ് കാര്യങ്ങളൊക്കെ നിഷാക്കിയാണ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. അതും ഇങ്ങനെ പകുതി കേട്ടോ. പകുതി വേറെ ആരെങ്കിലും അങ്ങോട്ട് ഏറ്റെടുക്കുമ്പോൾ നോമ്പ് തറ എന്ന് പറയുമ്പോൾ വലിയ പരിപാടിയൊന്നുമല്ല. മാളിക്കുന്ന് വിടുന്ന എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ പാത്തു, ഷിനാജ, നാത്തൂനെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നോമ്പ് തറയുടെ ലോങ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, കാണാൻ വേണ്ടിയിട്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ നല്ല പണിയിലായിരുന്നു. പിന്നെ സുനീറിയും പാത്തൊക്കെ വന്നപ്പോൾ പോലെ കയ്യിലൊക്കെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു ജ്യൂസിൻ്റെയും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ജ്യൂസ് ഉണ്ടായിരുന്നത് ലൈമും പിന്നെ നമ്മൾ പൈനാപ്പിളിൻ്റെ പൾപ്പ് വെച്ചിട്ട് പാല് കൊഴിച്ചൊഴിക്കുന്ന ഒരു ജ്യൂസും കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഓരോരുത്തരായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോമ്പറക്കാൻ ടൈമായി. ഞങ്ങൾ നോമ്പൊക്കെ നോമ്പ് തുറന്ന് എല്ലാവരും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ ഫുഡൊക്കെ സെറ്റാക്കി വെച്ച് അങ്ങനെ ഫുഡും കഴിച്ച് ഞങ്ങളങ്ങോട്ട് പിരിഞ്ഞിട്ടോ. കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് രാത്രിയാണ് പിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.